ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കായലുകളും നെൽവയലുകളും ഒക്കെയാണ്. എന്നാൽ ഈ കായൽ ഭംഗിക്കിടയിൽ 130-ലേറെ വർഷം പഴക്കമുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആലപ്പുഴക്കാരുടെ പ്രിയപ്പെട്ട കായൽപ്പുറം സെന്റ് ജോസഫ് ചർച്ച്. ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഈ പള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലാണ് കായൽപ്പുറമെന്ന ഈ കൊച്ചു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയുടെ കൈവഴകളാൽ ചുറ്റപ്പെട്ട ന്യൂകട്ട് ദ്വീപിന്റെ ഭാഗമാണിത്. ഏകദേശം 1889 ഈ ഇടവക സ്ഥാപിതമാകുന്നത്. അതായത് ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ചരിത്രം ഈ ദേവാലയത്തിനുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയൊരു പ്രതീകം കൂടിയാണ് കായൽപ്പുറം പള്ളി. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നവർക്ക് എളുപ്പത്തിൽ ഇവിടെ എത്താം. AC റോഡിൽ മാങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കാവാലം വഴി കായൽപ്പുറം ന്യൂകട്ട് ജംഗ്ഷനിൽ എത്തിയാൽ ഈ ദേവാലയത്തിൽ വരാം. ആലപ്പുഴയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്നും 17 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. പ്രകൃതി ഭംഗി തന്നെയാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണം. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇവിടേക്കുള്ള യാത്ര തന്നെ മനസ്സിനൊരു പ്രത്യേക സുഖം നൽകുന്ന ഒന്നാണ്. ഒട്ടനവധി വിശ്വാസികളാണ് പ്രാർത്ഥനകൾക്കായി ദിവസേന ഇവിടെ എത്തുന്നത്. എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ജാതഭേദ്യമന്യേ ആളുകൾ ഈ പെരുന്നാളിൽ പങ്കുചേരാൻ എത്താറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ആലപ്പുഴയിലോ കുട്ടനാട്ടിലോ വരുമ്പോൾ സമാധാനത്തോടെ കുറച്ചു സമയം ചിലവഴിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. കായൽപ്പുറം പള്ളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.